ജില്ലാ നേതൃത്വമൊക്കെ വലിയ ബന്ധം, വലിയ ഇടതുപക്ഷ ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? PV അൻവർ ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷ സഹയാത്രികനെന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറെ പറ്റി പറയുന്നത് തന്നെ ശരിയല്ല. അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട്. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളി പറയാനാണ്. അദ്ദേഹം ഈ പോലീസിനെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചു തുടങ്ങിയത്. ആ ഘട്ടത്തിലൊക്കെ CPM-ന്റെ ജില്ലാ നേതൃത്വവും അതിന് ഒപ്പം തന്നെ പോലീസിനെതിരെ പരാതി ജില്ലാ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. പിന്നീട് അത് എന്താ സംഭവിക്കുന്നത്? ആ പരാതി പിൻവലിച്ചു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. കൈവശമുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തായാലും പോലീസിന്റെ ഭാഗത്തായാലും വീഴ്ചകളുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമായി സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ നൽകണം എത്രയും പെട്ടെന്ന് എന്നാണ് അദ്ദേഹത്തോട് പാർട്ടി ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശം. പോലീസിനെതിരെ ജില്ലാ പാർട്ടിക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ? പാർട്ടിക്ക് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നു. ആ പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനേ പറഞ്ഞിട്ടുള്ളൂ. ഒരു MLA എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്ന വേദികളിലെല്ലാം തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് അദ്ദേഹത്തിന് ആരോപണങ്ങളുടെ മൂർച്ച കൂടി വരുന്നത്. സത്യത്തിൽ ഇതിനെ അഭിസംബോധന ചെയ്യാത്തൊരു വിഷയമില്ലേ? അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാത്ത വിഷയം ഇല്ലേ? പായെ തോന്നിയത് പറയുന്നതിന് അതിനൊന്നും പ്രതികരിക്കാനോ അഡ്രസ്സ് ചെയ്യാനും കഴിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ സമനില നെറ്റി എന്തൊക്കെയോ പറയാം. അദ്ദേഹം എവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടില്ലേ, നിലമ്പൂരിൽ പോലീസല്ലല്ലോ, അവിടെ ഒരു വനം വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങിൽ മന്ത്രി അടക്കിയിരിക്കുമ്പോൾ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക, ഇറങ്ങി വരുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഒരു MLA ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്ന ജൽപ്പനങ്ങൾ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു. ആൾക്ക് പിന്നെ ഒരു വസ്തുതയില്ല, വസ്തുതാ വിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കലാണ്. അദ്ദേഹം പാർട്ടിയുടെ രക്ഷകനായിട്ടാണല്ലോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. പാർട്ടിയെ രക്ഷിക്കാനല്ല, പാർട്ടിയെ തകർക്കാനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടപ്പാവാൻ പോകുന്നില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, എല്ലാ പാർട്ടിയും, മലപ്പുറത്തെ പാർട്ടി, കേരളത്തിലെ പാർട്ടിയൊക്കെ അയാളുടെ കൂടെയാണ്. എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ തന്നെ കൊടുത്ത ദൃശ്യങ്ങളില്ലേ? 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ ദിവസവും കാണുന്ന, ദിവസവും അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ സ്വന്തം വീട്ടിലും വീടിന് ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറല്ല, അതിനേക്കാൾ ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ചരിത്രം അറിയാലോ. അവരെവിടേക്കാണ് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത്, ഈ പ്രബുദ്ധമായ കേരളം. പിന്നെ അൻവറിന്റെ കാര്യം പറയാണ്ടോ? നമ്മളാരും ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു സ്വതന്ത്രനാണല്ലോ, അതിൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അവസാനം കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തുന്ന രീതിയിൽ, പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, അപ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ. ഇതുവരെ നമ്മൾ സംസാരിക്കാൻ അറിയാത്ത ഒഴിഞ്ഞ പോസ്റ്റിൽ ഇങ്ങനെ ഗോളടിക്കല്ലോ. പിന്നെ അദ്ദേഹം എല്ലാവരും നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം വായടയ്ക്കും. നമുക്കറിയാം, PV അൻവർ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയൊന്നും അല്ലല്ലോ. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. ആരാണ് PV അൻവർ എന്നുള്ളത് മലപ്പുറത്തുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകളാണ്, വധക്കുറ്റമടക്കമുള്ള ക്രിമിനൽ കേസുകളാണ്. അതൊക്കെ കേസാണല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി അതിനിടയ്ക്ക് പൊന്നാനിയിൽ കൊണ്ടായി മത്സരിപ്പിച്ചു. അപ്പൊ ഈ സ്വതന്ത്രരെന്ന് നിർത്തിക്കൊണ്ടുള്ള ഈ CPM ഈ പരീക്ഷണമാണോ? അതല്ലല്ലോ.
CPM ഇനിയും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും. CPM ഇനിയും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും. പക്ഷെ സ്വതന്ത്രന്മാരുടെ മാത്രം കൊണ്ട് മാത്രമാണ് അവിടെ ജയിക്കുന്നത് എന്നുള്ളതല്ല. നിലമ്പൂര് അൻവർ ജയിച്ചത് അദ്ദേഹത്തിന്റെ സ്വതന്ത്ര വേഷം കൊണ്ട് മാത്രമാണോ? അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. കോൺഗ്രസും ലീഗിനും വോട്ട് ചെയ്യുന്ന കുറെ വോട്ടർമാർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുണ്ട്, കുടുംബക്കാരായിട്ടുണ്ട്, അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ബഹുഭൂരിപക്ഷം വോട്ടാരതാ? ബഹുഭൂരിപക്ഷം വോട്ട് നിലമ്പൂർ എന്ന് പറഞ്ഞ സഖാവ് കുഞ്ഞാലി കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ഒരു പ്രദേശമല്ലേ? ആ പ്രദേശത്ത് അയാൾ ജയിച്ചത് അയാളുടെ വമ്പത്തരം കൊണ്ടാണ്? അല്ലല്ലോ. അയാൾ ഇവിടെ വയനാട്ടിൽ പോയി മത്സരിച്ചില്ലേ? എന്താ ദയനീയമായി കെട്ടിവെച്ച കാശായിട്ട് പോയില്ലേ? ആദ്യം എറണാട്ടിൽ മത്സരിച്ച് നോക്കിയില്ലേ? പല പരീക്ഷണം നടത്തിയല്ലോ, ജയിച്ചോ? എപ്പോഴാണ് ജയിച്ചത്? CPM ഇടതുപക്ഷ മുന്നണിയും പിന്തുണച്ചപ്പോഴാണ്. അപ്പൊ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇനിയും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും. കാരണം എതിരാളികളെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്വീകാര്യതയുള്ള സ്വതന്ത്രന്മാരുണ്ടെങ്കിൽ പരീക്ഷിക്കും ഇനിയും. അത് ആ പരീക്ഷണം ഒരു പരാജയമായി CPM വിലയിരുത്തുന്നില്ല. ഇങ്ങനെ പലരും ഉണ്ടായിട്ടില്ലേ? മലപ്പുറം ജില്ലയിൽ തന്നെ പാർട്ടി ജയിപ്പിച്ച ഒരു MLA ലീഗ് പോയില്ലേ? അതൊക്കെ ചിലത് സ്വാഭാവികമാണ്. ഈ സ്വതന്ത്രന്മാരൊക്കെ എല്ലാ കാലത്തും CPMന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയല്ല CPM അവരെ നിർത്തുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ നിർത്തും, അത് സ്വതന്ത്രന്മാരെ ഇനിയും നിർത്തും. അവരൊക്കെ എല്ലാ കാലത്തും CPMന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പൊന്നുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ അറിയാലോ, 2001-ലും 2006-ലും ഒക്കെ ഞങ്ങൾ MLA ആയിട്ടുള്ള ഒരാൾ പാർട്ടി വിട്ട് ലീഗ് പോയിട്ടുണ്ട്. അപ്പൊ അതൊരു പുതിയ കാര്യമല്ല. അപ്പൊ ഇദ്ദേഹം അൻവർ തരം താണിരിക്കുന്നു. ഒരു ജനപ്രതിനിധികളുടെ എല്ലാ മാന്യതകളും കളഞ്ഞു കുടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവില്ലാത്ത രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. എത്ര പരിഹാസ്യമായിട്ടാണ് അയാൾ ആരോടാ ഉപമിക്കുന്നത് അദ്ദേഹത്തെ? PV അൻവർ ആരാ തുല്യനായിട്ട്? EMSനാണ്. EMS സമം PV അൻവർ. EMSനെ പറയുന്ന വായോട് പറയാൻ പറ്റുമോ PV അൻവറിന്? അപ്പോ എത്ര അയാളിപ്പോ പോരാളിയെന്നാ പറയുന്നത്. പോരാളിയല്ല, ഇപ്പൊ കോമാളിയാണ്. കേരളം കണ്ട രാഷ്ട്രീയ കോമാളിയായി PV അൻവർ മാറിയിരിക്കുന്നു. ഈ അൻവറിന്റെ ഈ പോക്ക് പാർട്ടിക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പറ്റില്ല നേരത്തെ തന്നെ? അതോ അങ്ങനെ സൂചനകൾ ഉണ്ടായിട്ട് തൽക്കാലം പാർട്ടി ഉണ്ടായിരിക്കും? നമ്മുടെ അദ്ദേഹത്തിന്റെ തെറ്റായ നീക്കങ്ങളെ അപ്പപ്പോ അദ്ദേഹത്തെ വിളിച്ച് ഈ ഓഫീസിനകത്ത് വിളിച്ച് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, തിരുത്തണം. നമ്മളോട് എന്താ പറഞ്ഞു? ഉറപ്പ് നൽകിയിട്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഉപവാസം ഇരുന്നു. അതിന്റെ ശേഷവും അർദ്ധരാത്രി വരെ ചില ദിവസങ്ങളിൽ ഇവിടെ വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊന്നും ഉറപ്പെന്താ? ഇനി അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഭരണകക്ഷിയല്ലേ? ഗവൺമെന്റിനെ കുറിച്ച്, പോലീസിനെ കുറിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് എവിടെയാ? മുഖ്യമന്ത്രിയോടല്ലേ? അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോടല്ലേ? പത്രസമ്മേളനം വിളിച്ചല്ലോ പറയേണ്ടത്. അപ്പൊ എന്താ നമുക്ക് തരുന്ന ഉറപ്പ്? ഇനി പത്രസമ്മേളനം വിളിക്കില്ല, പത്രക്കാരെ കാണില്ല. ചിലപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ, പത്രക്കാരെ കാണില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, പത്രസമ്മേളനം വിളിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പടി അങ്ങോട്ട് ഇറങ്ങിയാൽ അദ്ദേഹം തരുന്ന ഉറപ്പ് എന്താവും? അതധികം മാറ്റും. ഓരോറപ്പും ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളുണ്ട് നാട്ടിൽ. നമ്മളെ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുമോ? ആരാന്റെ ഫോൺ ചോർത്തുവോ? ഒരു വ്യക്തിയുടെ ഫോൺ, അവർ ഒരു സ്വകാര്യ സംഭാഷണമല്ലേ, ആ ഫോൺ ചോർത്തി പരസ്യപ്പെടുത്തുന്ന ഒരു അങ്ങനെ ഒരു മാന്യനായിട്ട് കാണാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ ചെറ്റയാണ്, ചെറ്റത്തരമാണ് ഫോൺ ചോർത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രയോഗമല്ലേ? അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുന്നത് അത്തരം ചെറ്റത്തരങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിലുള്ള പിന്തുണയാണ്, പ്രത്യേകിച്ച് CPMന്റെ നേതാക്കന്മാരിടുന്ന പോസ്റ്റുകൾക്കടിയിലെല്ലാം തന്നെ. ഇതെല്ലാം അൻവർ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ പാർട്ടി തിരിച്ചറിയാത്തതാണ്? ഇതിന്റെ പ്രശ്നം എന്താ? അൻവറിന് ഇപ്പൊ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകപക്ഷീയമായി പോസ്റ്റ് ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിക്കുകയാണ്. നമ്മളാരും മറിച്ച് പറയുന്നില്ലല്ലോ. ഇന്നലത്തോടു കൂടി രംഗം മാറിയില്ലേ? അയാളെ വീട്ടിന്റെ പഠിക്കലുള്ളവരല്ലേ പ്രതികരിച്ചത്? അയാളെ ചുറ്റുമുള്ള വീടിന് ചുറ്റുമുള്ള പാർട്ടിക്കാരല്ലേ പ്രതികരിച്ച്? ആരെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടാണോ? കാരണം നമ്മൾ അയാളൊരു സ്വതന്ത്രനാണ്, അയാൾക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതുകൊണ്ട് അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു. നമ്മളതൊരു വലിയ ഗൗരവമുള്ള പ്രശ്നമായിട്ട് ശരിയല്ല, തിരുത്തണം എന്ന് പറയല്ലാതെ ശക്തമായി നമ്മൾ പ്രതികരിക്കാൻ അദ്ദേഹത്തെ പോലെ പ്രതികരിക്കാൻ തയ്യാറായില്ല.
അദ്ദേഹത്തെ പോലെ പ്രതികരിച്ചാൽ അൻവർ മനസ്സിലാക്കേണ്ടത് അൻവർ ഒരാൾ മാത്രമാണ്. അൻവർ നാവ് എത്ര നീളുണ്ടെങ്കിലും ഒരു നാവാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് കളിക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുള്ള കേഡർമാരുള്ള പാർട്ടിയോടാണ് അയാൾ വെല്ലുവിളിക്കുന്നത്. അത് ആ സ്ഥിതി മാറിയിട്ടുണ്ട്. ഇതുവരെയുള്ള സ്ഥിതിയല്ല. ഇനി പറയും ആയിരക്കണക്കിന് നാവുകൾ, ലക്ഷക്കണക്കിന് നാവുകൾ അൻവറിനെതിരെ പറയാണ്ടാവും. അൻവർ UDF-ന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ, സർക്കാർ വിരുദ്ധ എല്ലാ ശക്തികളുടെയും സ്ഥാപിത താല്പര്യക്കാരുടെയും മാഫിയകളുടെയും പ്രതിനിധിയാണ് അദ്ദേഹം. ഉറപ്പാണ് അദ്ദേഹം ഇവിടുത്തെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസുമായി മുന്നോട്ട് പോകുന്നവരുടെ കോടാലിയായി മാറുക. രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല. ഇന്നിപ്പോ KT ജലീൽ പറഞ്ഞിരിക്കുന്നത് ADGP-ക്കെതിരെ വരെ അൻവർ പറഞ്ഞതിനോടൊപ്പം നിൽക്കുകയാണ് ഞാൻ എന്നുള്ളതാണ്. അപ്പം ഒരു പരിധിവരെ അൻവറിന് അംഗീകരിക്കാൻ KT ജലീൽ. അത് അദ്ദേഹം സ്വതന്ത്രനാണ്. നമ്മുടെ പാർട്ടിയും ADGP-ക്കെതിരെ പരാതി അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഗവൺമെന്റ് DGP അന്വേഷണം നടത്തുന്നില്ലേ? കുറ്റം ചെയ്തിട്ടുണ്ടോ? ശക്തമായ നടപടി സ്വീകരിക്കും. ആരെയും സംരക്ഷിക്കില്ല. ജലീല് പറഞ്ഞ കാര്യം അതാണ്. ADGP-യെ പറ്റി ആക്ഷേപമുണ്ട്. അതിനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ആരോപണത്തെക്കുറിച്ച് 2-ാം തീയതി പറയാൻ മാത്രമേ പറഞ്ഞുള്ളൂ. നിഷേധിക്കാൻ അദ്ദേഹം ഒരു സ്വതന്ത്രനാണല്ലോ. അദ്ദേഹം 2-ാം തീയതി വിശദമായി പറയും. 2-ാം തീയതി പറയുമ്പോ പാർട്ടി പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കും. അൻവറിന്റെ വഴിയാണോ എന്നുള്ളത് ഇപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയാത്തൊരു കാര്യം എന്തിനാ എഴുതാപ്പുറം എന്തിനാ നമ്മൾ വായിക്കുന്നത്? പ്രതികരണങ്ങളൊന്നും പാർട്ടിയുടെ ഒരു മൂർച്ച കാണുന്നില്ല. അല്ല, അത് പാർട്ടിക്കാരുടെ മൂർച്ച ജലീലിനുണ്ടാവോ? കമ്മ്യൂണിസ്റ്റ് കാരണം ഈ ജില്ലാ സെക്രട്ടറി പറയും പോലെ ജലീലിന് പറയാൻ പറ്റുമോ? ജലീലിനോട് സ്വതന്ത്രനാണ്. അദ്ദേഹം UDF-ലേക്ക് പോകുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അദ്ദേഹം എവിടേക്ക് പോയാലും തർക്കമില്ല. അതൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുള്ളതാണ്. എവിടേക്ക് പോകാൻ അദ്ദേഹം ഈ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവനാണ്. വിശ്വസ്തനല്ല. ഒരു ഇടതുപക്ഷ MLA ആയിരിക്കാൻ അർഹതയുള്ളവനല്ല. അദ്ദേഹം ഏത് വഴിക്ക് പോയാലും പോകാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ എടുക്കാത്തൊരു നാണയമായി അൻവർ മാറും കാലത്ത്. അന്ന് ആരും സഹായിക്കാൻ നിങ്ങളാരും ഉണ്ടാവില്ല. ഇപ്പൊ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരപരിവേഷം ഉണ്ടല്ലോ, അതൊക്കെ താൽക്കാലികം മാത്രമാണ്. അത് അൻവർ ഇന്നലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പോലും ഒരു അവിശുദ്ധ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് കോൺഗ്രസ് ലീഗും തള്ളി പറയുന്നതെന്ന് പറഞ്ഞിരുന്നത്. അല്ല, അത് തിരിച്ചും മറിച്ചും പറയുന്നുണ്ടല്ലോ കോൺഗ്രസ് ലീഗ് ഒന്നും. അയാള് എവിടേക്ക് പോകാനോ അയാൾക്കിപ്പോൾ അതിൽ മാറുന്നതിനും ഇതിനൊന്നും കുഴപ്പമുള്ള ചരിത്രം അങ്ങനെയാണല്ലോ. ഒരുപാട് സ്ഥലത്ത് അയാൾ പോയിട്ടുണ്ട്. അയാൾ എവിടെ പോയാലും നമുക്ക് കുഴപ്പമില്ല. അതൊക്കെ അയാളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. മറ്റു കാര്യങ്ങളിൽ പിന്നെ ഞാൻ പോണില്ല. ഒന്നേ ഉള്ളൂ അയാളോട് നിങ്ങളൊക്കെ പറയേണ്ടെന്ന് തന്നെ, മലന്ന് കിടന്ന് മേപ്പെട്ട് തുപ്പണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളതാണ്. മലന്ന് കിടന്ന് അൻവർ മേപ്പെട്ട് തുപ്പിയാൽ അതെന്താവും എന്നുള്ളത് അൻവർ നന്നായിട്ട് അറിയാലോ. ആരാണ് അൻവർ എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാലോ. നിങ്ങളൊക്കെ ഉണ്ടാക്കിയ കുറെ സ്റ്റോറി ഇല്ലേ? അത് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റോറി തന്നെയില്ലേ? ആരാണ് അൻവർ? നായകനായിട്ട് ഇപ്പൊ നിങ്ങളെ നായകനായി വാഴ്ത്തുന്ന ആ അൻവറിനെ പ്രതിനായകനായിട്ട് വർഷങ്ങളോളം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ പത്രമാധ്യമങ്ങൾ. അല്ല, പാർട്ടി അന്നൊരു നിലപാടുണ്ട്, ഇന്നൊരു നിലപാടുണ്ട്. അയാളെടുക്കുന്ന നിലപാടിനനുസരിച്ചാണ് പാർട്ടിയുടെ നിലപാടെടുക്കുക. പിന്നെ അൻവറിന്റെ വാക്ക് കേട്ടിട്ട് ജില്ലാ പോലീസ് മേധാവിയെ DSP-മാരെ മാറ്റിയ പാർട്ടി നടപടി അല്ലെങ്കിൽ സർക്കാർ നടപടിയെ കുറിച്ചോ? അൻവറിന്റെ വാക്കുകൊണ്ടോ? അൻവർ അല്ലല്ലോ ഭരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് അല്ലേ. അൻവറിന് പാർട്ടിയോട് പറയാം, മുഖ്യമന്ത്രിയോട് പറയാം. തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും അല്ലേ. ഇവിടുത്തെ പോലീസിനെ കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ മാറ്റി അന്വേഷണം നടക്കുകയാണ്. ആരൊക്കെയാണ് കുറ്റവാളികൾ, അടിയന്തരമായി ചെയ്യേണ്ടത് ചില സ്ഥലമാറ്റങ്ങൾ നടത്തി. അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൗണ്ടിന്റെ ഭാഗമായിട്ട് നടത്തപ്പെട്ടതാണ്. സർക്കാരും പാർട്ടിയും പരമാവധി അൻവറിനോട് നിന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ. അല്ല, അൻവർ പറഞ്ഞു ഇപ്പോഴും അൻവർ ഉന്നയിച്ച ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കും. പക്ഷെ ഇപ്പൊ അൻവർ ഉന്നയിക്കുന്നത് സർക്കാരിനെ നന്നാക്കാനും നാട് നന്നാക്കാനും അല്ല, അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ട നടപ്പാക്കാനാണ്. അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ട നാടിനെ നന്നാക്കാനല്ല, ഇവിടുത്തെ കള്ളക്കടത്തുകാരെയും ഹവാല ഇടപാടുകാരെയും സംരക്ഷിക്കാനാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാൽ അതിനൊന്നും വഴങ്ങുന്ന ഗവൺമെന്റ് അല്ല ഇവിടെ. കള്ളക്കടത്തുകാരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നടപ്പാക്കുന്ന ഗവൺമെന്റ് അല്ല. ഹവാല ഇടപാടുകാർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് അൻവർ പറഞ്ഞാൽ നടപ്പാക്കുന്ന സർക്കാരല്ല.
അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. കുറെ കാര്യങ്ങൾ അയാൾ മാത്രമല്ലേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി പലരും ഇനി ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറയും, വെളിച്ചപ്പെടുത്തും. ഞായർ പൊതുയോഗം വെക്കുന്നതിനൊക്കെ അല്ല, പൊതുയോഗം വെക്കുന്നതിന് എന്താ തടസ്സം? മൈക്ക് ഓർമിഷൻ എടുത്താൽ പോലെ ആർക്കും വെച്ചൂടെ? നാട്ടിൽ എന്തിനാ പാർട്ടിക്കാർ പോകണം? BJP-ക്കാർ, കോൺഗ്രസ്സുകാർ, ലീഗുകാർ, നാട്ടിലുള്ള എല്ലാ മാഫിയകൾ, ആന്റി പിന്നെ ഇതിലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ, ഇതൊക്കെ അയാളെ പിന്നിലുണ്ടല്ലോ. അവരൊക്കെ കൂടി വിചാരിച്ചാൽ യോഗം വിജയിക്കുകയുള്ളൂ. വലിയ യോഗമാവും മാറും. രാജ്യത്തുള്ള എല്ലാ മാഫിയകളും അവിടെ എത്തും, എല്ലാ ആന്റി സോഷ്യൽ എലിമെന്റ്സും അവിടെ എത്തും. ലീഗുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ എത്തും. അപ്പൊ യോഗം വിജയിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് പലരും ഇവിടെ മുന്നോട്ട് വരികയും യോഗം നടത്തുകയൊക്കെ ചെയ്തിട്ടില്ലേ? MV രാഘവൻ പാർട്ടിയിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മലപ്പുറത്ത് വന്ന് നടത്തിയ കോട്ടപ്പടിയിലാണ് നടത്തിയത്, കോട്ടപ്പടി മൈതാനിയിൽ. ഇപ്പോൾ അവിടെ നിങ്ങളാർക്കും അറിയണ്ടാവില്ല, അവിടെ പൊതുയോഗം നടത്താനില്ല, അന്ന് നടത്താം. ആ കോട്ടപ്പടി മൈതാനി നിറഞ്ഞു കവിഞ്ഞിരുന്നില്ല. ആരായിരുന്നു നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, ലീഗുകാരുണ്ടായിരുന്നു, ഏറ്റവും എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുണ്ടായിരുന്നു. ഇദ്ദേഹം നടത്തിയാലും അങ്ങനെ ആൾ കൂടും. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരില്ല എന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറഞ്ഞില്ലേ, ആവർത്തിക്കണോ ഇനി? അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ഒതായിലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. അദ്ദേഹം പറയുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്തല്ലേ കൊണ്ടുപോയിട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്മാർ. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറല്ല, അൻവറിനേക്കാളൊക്കെ എത്രയോ വലിയ ആൾക്കാരും അവരൊക്കെ തന്നെ അവസാനം എവിടെ എത്തി എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തി. ഇതൊരു മഹാപ്രസ്ഥാനമാണ്. ഞാനും അൻവറൊന്നും ഒന്നുമല്ല, ഇതൊരു മഹാപ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചാൽ അത് അതേ രൂപത്തിൽ തന്നെ നേരിടും. ഇതുവരെ നമ്മൾ 40 ദിവസമായിട്ട് ഞങ്ങളാരും മുണ്ടിയിട്ടില്ലല്ലോ. നിങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ്. അദ്ദേഹം പാർട്ടിക്ക് നൽകിയ ഉറപ്പുകൾ ഞാൻ തിരുത്തും. ഞാനിനി പത്രക്കാരോട് സംസാരിക്കില്ല, പരസ്യമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കില്ല എന്ന് നിരന്തരം പറയുകയും മറിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസ്യതയില്ലാത്ത ഒരാളായി അദ്ദേഹം മാറി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതികരിക്കേണ്ടി വരുമല്ലോ. അത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പൊ MLA തുടരണ്ടേ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ പാർട്ടി ചർച്ച ചെയ്തു. പൊതുയോഗത്തില് പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കുന്ന നടപടി ഉണ്ടാവും. PV അൻവർ യോഗം വിളിക്കാൻ പോകുന്നു. നമ്മൾ ആരൊക്കെ ഉണ്ടാകാൻ നമുക്ക് നോക്കാം. നമ്മളിപ്പോ പൊതുയോഗം നടത്താം. ആരൊക്കെ പൊതുവെ ലീഗിന്റെ പൊതുയോഗത്തിനും BJP-യുടെ പൊതുയോഗത്തിനും കോൺഗ്രസിന്റെ പൊതുയോഗത്തിനും ഒക്കെ ഇപ്പോ നിങ്ങളാരും പോകരുതെന്ന് ഞങ്ങളെ പാർട്ടി പറയാറില്ല. ഓരോരുത്തർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ. ജനാധിപത്യ രാജ്യമല്ലത്, ജനാധിപത്യ രാജ്യമാണല്ലോ. അങ്ങനെ കണ്ണ് മൂടിക്കെട്ടുന്ന പാർട്ടി പ്രവർത്തകരുടെ കണ്ണ് മൂടിക്കെട്ടുന്ന വായ മൂടിക്കെട്ടുന്ന പാർട്ടിയല്ലത്. അത് നിർദ്ദേശം അയാളെ പൊതുയോഗത്തിന് പോകണ്ടെന്നും അതും അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്ന പാർട്ടിയല്ല. അൻവറല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അൻവർ കോമാളിയാണ്. അങ്ങനെ കോമാളിയാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ലല്ലോ. പോരാളിയല്ല, കോമാളിയാണ്, രാഷ്ട്രീയ കോമാളിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയാവും. പക്ഷെ PV അൻവർ അവസാനത്തെ MLA ആവുക ചെയ്യുക. മുഖ്യമന്ത്രി പലരും പറഞ്ഞിട്ടുണ്ട് 100 കൊല്ലം പിടിക്കും, 100 കൊല്ലം കഴിഞ്ഞാലും അധികാരത്തിൽ വരില്ല എന്ന് AK ആന്റണിക്ക് ശപഥം ചെയ്തതാണ്. എന്നിട്ട് എന്താ ഉണ്ടായത് നമ്മൾ കണ്ടല്ലോ. 19-ലും 20-ലും ഒക്കെ എന്തായിരുന്നു പ്രചരണം? ഇതിനേക്കാൾ വലിയ പ്രചരണം ഉണ്ടായിരുന്നില്ലേ? സ്വപ്ന സുരേഷിന്റെ പാതയല്ലേ അയാൾ പിന്തുടരുന്നു. അതുകൊണ്ടൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരെയൊന്നും പാർട്ടിയിൽ നിന്നും ഈ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും അകറ്റാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. മുഖ്യമന്ത്രിയുടെ ഗ്രാഫല്ല, അൻവറിന്റെ ഗ്രാഫാണ് 0-ലേക്ക് താണിട്ടുള്ളത്. രാഷ്ട്രീയ കോമാളിത്തം കാട്ടി നടക്കുന്ന, ഹിഡൻ അജണ്ടയുമായി നടക്കുന്ന, സാമൂഹ്യ വിരുദ്ധർക്ക് സംരക്ഷണത്തിന് വേണ്ടി അതിന് കവചം തീർക്കുന്ന അൻവറുടെ മാപ്പാണ്. അൻവർ സ്വന്തം കണ്ണാടിയിലേക്ക് അദ്ദേഹത്തിന്റെ മുഖമാണ് നോക്കേണ്ടത്. അൻവറിന്റെ ഗ്രാഫാണ് 0-ലേക്കും -ലേക്കും ഒക്കെ പോകാൻ പോകുന്നത്. പോരെ.